കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടിലേക്ക് നോക്കവേ വിഷ്ണുവിൻ്റെ മുഖം ഇരുണ്ടു. ദച്ചു, നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനോട് വിഷ്ണു ചോദിച്ചു. ഇല്ല വിഷ്ണു, ആദ്യം നിന്നോട് പറയാമെന്ന് കരുതി. 2 ദിവസമായി ഒരു സംശയം ഉണ്ടായിരുന്നു, അതാ ഇന്നലെ പോയി ചെക്ക് ചെയ്തത്. നീ ഓഫീസ് ടൂർ കഴിഞ്ഞ് വന്നിട്ട് പറയാമെന്ന് കരുതിയാ ഫോൺ വിളിച്ചപ്പോൾ ഒന്നും പറയാതിരുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? ദച്ചുവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്തുപറ്റി വിഷ്ണു? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്തത്? വിഷ്ണുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട അവൾക്ക് സങ്കടമായി. ഹേയ്, ഒന്നുമില്ലടി, നല്ല തലവേദന, ചിലപ്പോൾ യാത്ര ചെയ്തതിൻ്റെ ആകും. നീ ഒരു കോഫി ഇട്ടതാ. ദച്ചുവിൻ്റെ കവളിലൊന്ന് തട്ടി വിഷ്ണു ബെഡ്റൂമിലേക്ക് നടന്നു. വിഷ്ണുവിന് എന്തു പറ്റിയെന്ന് ദച്ചുവിന് മനസ്സിലായില്ലെങ്കിലും അവൾ അവന് വേണ്ടി കോഫി എടുക്കാൻ കിച്ചണിലേക്ക് നടന്നു. ഇത് വിഷ്ണു പ്രകാശ് എന്ന വിഷ്ണുവും അവൻ്റെ ഭാര്യ ദക്ഷ എന്ന ദച്ചുവും. ദച്ചു 10ലും വിഷ്ണു +2ലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു. 2 പേരും അത് മുന്നോട്ട് കൊണ്ടുപോയി. പഠിത്തം കഴിഞ്ഞ് ദച്ചുവിന് ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം വിവാഹം നോക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിഷ്ണുവിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. വിഷ്ണുവിന് അപ്പോഴൊന്നും ജോലി ശരിയായിരുന്നില്ല. ആ കാരണം പറഞ്ഞ് വീട്ടുകാർ കടുംപിടുത്തം പിടിച്ചെങ്കിലും ദച്ചുവും വിഷ്ണുവും ഒരുമിച്ചേ ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു. ഒടുവിൽ 2 വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി വിഷ്ണു ദച്ചുവിനെ ജീവിത സഖിയാക്കി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതും വിഷ്ണുവിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടി. ദച്ചുവും അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വിഷ്ണുവിൻ്റെ കൂടെ പോയി. അവിടെ ഒരു ഫ്ലാറ്റിലാണിപ്പോൾ താമസം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഓഫീസ് ടൂർ പോയ വിഷ്ണു ഇന്നാണ് എത്തിയത്. കുളിച്ചു വന്ന വിഷ്ണുവിനെ കയ്യിൽ പ്രഗ്നൻസി റിപ്പോർട്ടുമായാണ് ദച്ചു കാത്തുനിന്നത്. റൂമിലെത്തിയ വിഷ്ണുവിൻ്റെ നോട്ടം കയ്യിലെ പേപ്പറിലേക്കായിരുന്നു. ഒരച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തെക്കാൾ ഉപരിയായി തൻ്റെ കൂട്ടുകാരുടെ കളിയാക്കലുകളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ ജോലി ചെയ്യുന്ന കിഷോറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ താനും കൂടെ ചേർന്നായിരുന്നു അവനെ കളിയാക്കിയത്. അതും അവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായിരുന്നു. ദച്ചുവിൻ്റെയും തൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആകുന്നുള്ളൂ. ഇതെങ്ങാനും അവരറിഞ്ഞാൽ പിന്നെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഓഫീസിൽ തല ഉയർത്തി നടക്കാൻ സമ്മതിക്കില്ലായിരിക്കും. വിഷ്ണുവിൻ്റെ മനസ്സിൽ 1000 ചിന്തകളുണ്ടായി. ദച്ചു കോഫിയുമായി വരുമ്പോൾ ബെഡിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന വിഷ്ണുവിനെ ആയിരുന്നു കണ്ടത്. അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു. മഗ് ടേബിളിന് പുറത്ത് വെച്ച് അവൻ്റെ അടുത്ത് ഇരുന്നു. തലവേദന കുറവില്ലേ വിഷ്ണു? വാ പുരട്ടിത്തരാൻ ഞാൻ. എഴുന്നേൽക്കാൻ പോയ ദച്ചുവിൻ്റെ കയ്യിൽ വിഷ്ണു പിടുത്തമിട്ടു. ദച്ചു, എന്താ വിഷ്ണു? മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ദച്ചു, നമുക്ക് ഈ കുഞ്ഞിനെ വേണോ? എന്താ വിഷ്ണു ചോദിച്ചത്? വിഷ്ണു പറഞ്ഞത് കേട്ട് ദച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും താൻ കേട്ടത് തെറ്റിയതാകൂ എന്ന് കരുതി അവൾ ഒന്നുകൂടെ ചോദിച്ചു. നമുക്ക് ഈ കുഞ്ഞ് വേണ്ടടാ, അബോട്ട് ചെയ്യാം. വിഷ്ണു, ദച്ചുവിൻ്റെ സ്വരം ഉയർന്നു. വേണ്ടാട്ടോ വിഷ്ണു, തമാശയ്ക്കാണെങ്കിൽ വേറെ എന്തൊക്കെയുണ്ട് പറയാൻ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ്. വിഷ്ണു, നമ്മുടെ കുഞ്ഞ്, അതിനെ കൊല്ലാനോ? ദച്ചുവിൻ്റെ സ്വരം ചിലമ്പിച്ചിരുന്നു. ദച്ചു, നമ്മുടെ വിവാഹം കഴിഞ്ഞ് 6 മാസമല്ലേ ആവുന്നുള്ളൂ. നമ്മൾ ഒന്നിച്ച് ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കുഞ്ഞ് വരിക എന്നൊക്കെ പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്വമാകും. ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് കുറച്ചാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ 2 പേരുടെയും ശമ്പളം കൂട്ടിയാലും അത് ഈ ഫ്ലാറ്റിൻ്റെ വാടകയ്ക്കും നമ്മുടെ ചിലവിനും മറ്റുമേ തികയൂ. ഒരു 2-3 വർഷം കഴിയട്ടെ, അപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലാകും. അതിനുശേഷം കുട്ടികളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരെ? എങ്ങനെ തോന്നുന്നു വിഷ്ണു ഇത്ര സിമ്പിളായി ഇതൊക്കെ പറയാൻ? നിന്റെ ചോരയല്ലേ, അതിനെ കൊല്ലാൻ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ദച്ചു വിതുപ്പിക്കൊണ്ട് ചോദിച്ചു. ദച്ചു, നീ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നുമില്ല. ഈ കുഞ്ഞു പോയാൽ എന്താ, നമുക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. എത്ര എളുപ്പത്തിലാണ് വിഷ്ണു നീ ഇത് പറയുന്നത്. എൻ്റെ കുഞ്ഞിനെ. ദച്ചു തൻ്റെ വയറിൽ കൈ ചേർത്ത് വെച്ച് കരഞ്ഞു. നീ ഇങ്ങനെ ഇമോഷൻ ആവുന്നത് എന്തിനാ? 2-3 മാസം വളർച്ചയുള്ള ഒരു മാംസകഷ്ണം, അതിനെ എടുത്ത് കളയുന്നു. അങ്ങനെ കണ്ടാൽ മതി. ആണോ വിഷ്ണു? അങ്ങനെ വെറും ഒരു മാംസകഷ്ണം മാത്രമാണോ? പറയാൻ. ദച്ചു വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ദച്ചു വിട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പറഞ്ഞതനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി. ദച്ചുവിൻ്റെ കൈ ബലമായി പിടിച്ച് മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. പിന്നെ ഈ വിവരമെല്ലാം വീട്ടിലേക്ക് വിളിച്ച് പറയാനാണ് ഭാവമെങ്കിൽ നിനക്ക് എൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനിടെ വിഷ്ണു തിരിഞ്ഞു നിന്ന് ദച്ചുവിനോടായി പറഞ്ഞു. വിഷ്ണു പോയി കഴിഞ്ഞതും ദച്ചു നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞ് തളർന്ന് അവൾ തറയിൽ കിടന്ന് മയങ്ങി. ദച്ചു കണ്ണു തുറന്ന് നോക്കുന്നതും റൂമിൽ ഇരുട്ട് പരന്നിരുന്നു.
അവൾ പതിയെ നിലത്തുനിന്നും എഴുന്നേൽക്കാൻ നോക്കി. തല വെട്ടി പൊളിയുന്നത് കാരണം വീഴാൻ പോയെങ്കിലും ഒരുവിധം ദച്ചു എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിൽ ലൈറ്റിട്ട് സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണുവിനെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവനെ കണ്ടില്ല. അവൾ ഹാളിലെ സോഫയിലേക്കിരുന്നു. നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ കണ്ണിൽ അവൾ അറിയാതെ തന്നെ കണ്ണീര് സ്ഥാനം പിടിച്ചിരുന്നു. കുറേ നേരം കഴിഞ്ഞതും പുറത്തെ ഡോറ് തുറന്ന് വിഷ്ണു വന്നു. അവനെ കണ്ട് അവൾ എഴുന്നേറ്റ് നിന്നെങ്കിലും വിഷ്ണു അവളെ ശ്രദ്ധിക്കാതെ അവരുടെ റൂമിന് തൊട്ടടുത്ത മുറിയിലേക്ക് കയറി വാതിലടച്ചു. ദച്ചു ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ മറുപടി കൊടുത്തില്ല. 3-4 ദിവസം വിഷ്ണു ദച്ചുവിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവളോട് ഒന്ന് മിണ്ടാനോ ഒന്ന് നോക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാനിറങ്ങുന്ന വിഷ്ണുവിന് മുന്നിൽ ദച്ചു വന്നു നിന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ പോകാൻ നോക്കിയെങ്കിലും ദച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വിഷ്ണു, ഇനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേടാ, പ്ലീസ്. അവൾ അവനോട് ദയനീയമായി പറഞ്ഞു. വിഷ്ണു അത് കേട്ട ഭാവം നടിക്കാതെ അവളുടെ കൈ വിടുവിക്കാൻ നോക്കി. എനിക്ക് സമ്മതമാണ്. ദച്ചു പറഞ്ഞത് കേട്ട് വിഷ്ണു അവളെ ഒന്ന് നോക്കി. നീ പറഞ്ഞതുപോലെ അബോഷൻ എനിക്ക് സമ്മതമാണ്. ഇനിയെങ്കിലും ഒന്ന് മിണ്ട് വിഷ്ണു, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ച് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോഴേക്കും നീ റെഡിയായി നിന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ച് വിഷ്ണു ഓഫീസിലേക്ക് ഇറങ്ങി. വിഷ്ണു പോയതും ദച്ചു വാതിലടച്ച് ചുമരിലേക്ക് ചാരി നിന്നു. കുഞ്ഞാ, അമ്മയ്ക്കിതിനെ ഒത്തിരി ഇഷ്ടാടാ. പക്ഷേ അതിലും ഇഷ്ടമാണ് അമ്മയ്ക്ക് അച്ഛനെ, അവൾ വയറിൽ കൈവച്ച് പറഞ്ഞു. വിഷ്ണു ഓഫീസ് കഴിഞ്ഞ് വന്നതും ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറിനോട് പറഞ്ഞതും അവർ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. 2 ദിവസം കഴിഞ്ഞ് വരാനായിരുന്നു ഡോക്ടർ പറഞ്ഞത്. 2 ദിവസത്തിനു ശേഷം ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്യാബിന് മുന്നിലേക്കിരിക്കുമ്പോൾ ദച്ചുവിൻ്റെ മനസ്സാകെ മരവിച്ചിരുന്നു. വിഷ്ണു അവളുടെ കൈകൾ കോർത്ത് പിടിച്ച് തലോടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അറിയാതെ മറ്റൊരു ലോകത്തെന്ന പോലെയായിരുന്നു ഇരുന്നത്. ദച്ചുവിനെ പേര് വിളിച്ചപ്പോൾ വിഷ്ണുവിനെ നിർവികാരതയോടെ ഒന്ന് നോക്കി അവൾ ഉള്ളിലേക്ക് നടന്നു. ഡോക്ടറുടെ റൂമിലെ ബെഡിൽ കിടന്നപ്പോൾ തങ്ങളില്ലാതെയാക്കാൻ പോകുന്ന കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അവൾ. ദച്ചു ഉള്ളിൽ കയറിയത് മുതൽ വിഷ്ണു ആകെ അസ്വസ്ഥനായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കൽ പോലും അവൻ ശ്രമിച്ചില്ല. സമയം കടന്നുപോയി. പെട്ടെന്നാണ് അറ്റൻഡർ ഒരു സ്ട്രെച്ചർ കൊണ്ട് ക്യാബിനിലേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോൾ ദച്ചു അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ദച്ചുവുമായി അവർ ICUവിലേക്ക് പോയി. പിറകെ ഡോക്ടറും. വിഷ്ണുവിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അവനും അവൾക്ക് പിന്നാലെ ഓടി. അവൻ അവിടെ എത്തിയപ്പോഴേക്കും ദച്ചുവിനെ ICUവിനുള്ളിലേക്ക് കടത്തിയിരുന്നു. അവൻ ഡോക്ടർ വിളിച്ചെങ്കിലും അവർ അവന് മറുപടി കൊടുക്കാതെ പോയി. വിഷ്ണുവിന് അരുതാത്തതെന്തോ നടക്കാൻ പോകുന്നത് പോലെ തോന്നി. അവൻ്റെ മനസ്സിൽ ദച്ചുവിന് ഒരാപത്ത് സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ പ്രാണന് വേണ്ടി സകല ദൈവങ്ങളോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ICUവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ, ദച്ചു എന്താ അവൾക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അബോർഷൻ കഴിഞ്ഞ് ബ്ലഡിൽ ഇൻഫെക്ഷനായി. ഞങ്ങൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം സോറി വിഷ്ണു. അവരുടെ വാക്കുകൾ വിഷ്ണുവിന് കൂരമ്പ് പോലെ തൻ്റെ ഉള്ളിൽ തറയ്ക്കുന്നതായി തോന്നി. പിന്നീട് അവർ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. തൻ്റെ ശരീരത്താകെ തളർച്ച ബാധിച്ചതുപോലെ അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. ആരെയും നോക്കാതെ ചുറ്റിലും നടക്കുന്നതൊന്നും അറിയാതെ ദച്ചുവും അവളോടൊത്തുള്ള നിമിഷങ്ങളും മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ തെളിഞ്ഞു നിന്നത്. അവൻ നടന്ന് ഹോസ്പിറ്റലിന് പുറത്തെത്തി. ഇരുണ്ട ആകാശം പേമാരിയായി പെയ്തു. അവൻ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. ആ മഴയെ സ്വീകരിക്കാനെന്ന വണ്ണം പതിയെ പതിയെ അതൊരു അലറിക്കരച്ചിലായി മാറി. അവൻ കരഞ്ഞു, ഉറക്കെ ഉറക്കെ, തൻ്റെ ഹൃദയം പൊട്ടുന്ന അത്രയും ഉറക്കി. പിന്നെ അത് ചിരിയായി മാറി, പൊട്ടിച്ചിരി. തലച്ചു പെയ്യുന്ന മഴയിലേക്കത് അലിഞ്ഞു ചേർന്നു. കാലങ്ങൾക്കിപ്പുറം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ വിഷ്ണു അവൻ്റെ മാത്രം ലോകത്ത് തൻ്റെ ദച്ചുവിനും കുഞ്ഞിനുമൊപ്പം ജീവിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.